മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ഹെയർ കെയർ ആണ്. ഇതാണ് എൻ്റെ മുടിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെയർ കെയർ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 അല്ല 1000% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും. അത്രമാത്രം റിസൾട്ടാണ് ഈ ഒരു ഹെയർ കെയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുക. ഞാൻ ഇത്രയും തറപ്പിച്ച് ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രമാണ്. ഞാൻ പറയുന്ന ഈ ഒരു കോൺഫിഡൻറ്റ് കണ്ടിട്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഷോക്കിംഗ് ആയി പോകും. അത്രമാത്രം മാറ്റമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലേക്ക് കിട്ടുക. നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് വളരാൻ ഇത് സഹായിക്കും. അത്രമാത്രം എഫക്റ്റീവാണ്. ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും മാറും. അപ്പം ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ പല്ല അകലമുള്ളൊരു ചീപ്പി എടുത്തതിന് ശേഷം നിങ്ങളുടെ മുടിയിലെ ജട മുഴുവനായിട്ടും കളയാം. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ടിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നല്ല രീതിക്ക് നിങ്ങൾ മുടി ഒന്ന് ചീവി കൊടുക്കുക. മുടിയുടെ നമ്മുടെ മുടിവേര് മുതൽ തലയോട്ടി മുതൽ മുടിയുടെ താഴെ വരയ്ക്കും ഇങ്ങനെ നന്നായിട്ട് കോംബ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 2 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തും നിങ്ങളുടെ സ്കാൽപ്പിന് നല്ലൊരു റിലാക്സേഷനും കിട്ടും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഇത് ചെയ്തു തുടങ്ങും. അത്രയ്ക്കും എഫക്റ്റീവാണ് ഈ ഒരു ഹെയർ കെയർ. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിൽ ആയിക്കോട്ടെ, നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, അത് കുറച്ച് നമ്മുടെ കൈകളിലാക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയുടെ നടുഭാഗത്ത് പ്രഷർ പോയിന്റ് സെൻറ്ററിൽ ഉച്ചിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൈൽഡായിട്ട്, ഒരുപാട് ഹാഷായിട്ട് അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ ഒരു മസാജ് നമ്മുടെ തലയോട്ടിയിൽ ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ പ്രഷർ പോയിൻ്റാണത്. അവിടെ വെച്ചൊരു മസാജും കൂടി കൊടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ ചെയ്തു നോക്കണം, എന്നാലാണ് അറിയാം. അതിനുശേഷം ഹെയർ ഓയിൽ നിങ്ങളുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ടും പകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുടിയിലും മുഴുവനായിട്ടും തന്നെ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ജെൻറ്റിലായിട്ടുള്ളൊരു മസാജ് നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ തലയോട്ടിയിലേക്കൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ഇൻവേഷൻ മെത്തേഡിൽ വീണ്ടും നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇൻവേഷൻ മെത്തേഡിൽ നിങ്ങൾ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നോർമലി ഉള്ളതിനേക്കാളും സ്പീഡായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ നിങ്ങൾ കുറച്ച് നിറച്ചും വെള്ളം വെക്കുക. വെള്ളം വെച്ച് ഈ ഒരു വെള്ളം ഇളം ചൂടാവണം, ഒരുപാട് ചൂടല്ല. ഒരു ഇളം ചൂടാവുന്ന സമയത്ത് നമ്മുടെ ടവലുണ്ടല്ലോ, ടവല് നമ്മുടെ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ തോർത്താണെങ്കിലും മതി കേട്ടോ. അത് നമ്മുടെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇളം ചൂടോടുക്കനെ തന്നെ, ആ ഒരു ചൂടോടുക്കനെ തന്നെ ഈ ഒരു ടവല് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ടവലില് ഒന്ന് അമർത്തി പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇളം ചൂട് നമ്മുടെ തലയോട്ടിയിലേക്ക് തട്ടും. അങ്ങനെ ഈ ഒരു ചൂട് നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ പോഴ്സ്, മുടി വളരുന്ന ആ ഒരു റൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട്, ശുശിരങ്ങൾ നന്നായിട്ട് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ മുടി വേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മുടിവേരിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി മാറ്റും. മുടിവേര് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ എന്നുള്ളൊരു പ്രശ്നമേ അവിടെ വരണില്ല. അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കും. നമ്മുടെ തലയോട്ടിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ ഒഴിവായി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഒരേപോലെ ഈവണായിട്ട് പെനിട്രേറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ 2-3 തവണ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് നമ്മൾ ഇതേപോലെ തലയോട്ടിയിൽ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ടവൽ എടുത്ത് മാറ്റുന്ന സമയത്ത് നമ്മുടെ മുടി അങ്ങനെ കുഴഞ്ഞിരിക്കും, നല്ലൊരു സ്മൂത്ത് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നേച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷണർ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടീഷണർ മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും ഇതൊരുപാട് സഹായിക്കും. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവയാണ്. 2 ടേബിൾ സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് രാത്രി തന്നെ നമ്മൾ കുതിരാൻ വേണ്ടി വെക്കുക. പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ വീണ്ടും നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കാം. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ നല്ലതുപോലെ ഇത് തിളപ്പിക്കണം. നമ്മൾ 2 ഗ്ലാസ് വെള്ളമായി, കുതിരാൻ വെച്ചത് 1 ഗ്ലാസ് എക്സ്ട്രാ നമ്മൾ
ഒഴിച്ചത് 1 ഗ്ലാസ്. അങ്ങനെ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ചുക്കി ചുരുങ്ങി 1.25 ഗ്ലാസ് 1 ഗ്ലാസ് ആവുന്നത് വരയ്ക്കും നിങ്ങൾ തിളപ്പിക്കുക. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് മന്ത് യൂസ് ചെയ്തോ. എനിക്കിപ്പോൾ മന്ത് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ കൈകൾ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഞെരടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ ഒന്നും കൂടെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ എന്താ പറയുക, എങ്ങനെ പറയുക, ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞാൽ മതി. അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങും. ഇനി ഇത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റുക. അരിച്ചെടുത്ത ഉലുവട വെള്ളത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. ഈ ഒരു 10 എണ്ണത്തിന് ആകെ 30 രൂപയോ മറ്റോ ഉള്ളൂ കേട്ടോ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് കിട്ടും. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ തലയോട്ടിയെ ഒരു വലയ മാതിരി പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ മുടി കൊഴിച്ചിൽ വരില്ല. അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ വിറ്റാമിൻ ഇ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളിത് ഉപയോഗിക്കണം കേട്ടോ. 3 ക്യാപ്സ്യൂൾസ് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഉലുവ കളയേണ്ട ആവശ്യമില്ല, നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ മുടിയെ നന്നായിട്ട് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എത്ര തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിലും തേങ്ങ യൂസ് ചെയ്യുന്നതിലൂടെ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ്. ഇനി ഇത് നന്നായിട്ട് ഇത് രണ്ടും പാടെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത്. ഒരു തുണി വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി പേസ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഹെയർ പാക്ക്. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ വകച്ചിലെടുത്ത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അതേപോലെ തന്നെ മുടിയിൽ ഫുള്ളായിട്ടും തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും തലയോട്ടിയിലും മുടിയിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം മാത്രം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഹെയർ വാഷിംഗ് ആണ്. ഇനി ഹെയർ വാഷ് ചെയ്യണത് എങ്ങനെയെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ധാരാളം വെള്ളം ഒഴിച്ച് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ ഉലുവ പാക്ക് ആയതുകൊണ്ട് തന്നെ ഉലുവ നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലെ എണ്ണമയം പോവും. എന്നിരുന്നാലും നമ്മൾ ഷാമ്പു ഇടണം. ഒരുപാട് എണ്ണ തേച്ചത് കൊണ്ട് ഒരുപാട് ഷാമ്പു അല്ല, കുറച്ച് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ മുടി നന്നായിട്ട് വെള്ളം കോരി ഒഴിച്ച് നന്നായിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ ഹെയർ പാക്ക് ഒന്ന് കഴുകി കളയുക. അതിനുശേഷം നമ്മൾ ഷാമ്പു ഇടണം. ഷാമ്പു ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പു അങ്ങനെ എടുത്ത് നിങ്ങളുടെ തലയോട്ടിയിൽ വെച്ച് അങ്ങനെ തേച്ച് മസാജ് ചെയ്ത് ഒരിക്കലും ഹെയർ വാഷ് ചെയ്യാനേ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയുടെ ഉള്ള് തീർച്ചയായിട്ടും കുറയും. കാരണം നമ്മുടെ മുടിയുടെ ആ ഒരു മുടി ഉണ്ടല്ലോ, അതിൻ്റെ തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും. മുടി ഡ്രൈ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഒരു കപ്പിൽ കുറച്ച് ഷാമ്പു എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മുടെ തലയോട്ടിയിൽ ഒഴിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അല്ലാതെ ഒരുപാട് ഷാമ്പു കോരി നമ്മുടെ മുടിയിൽ വെച്ച് തേക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഷാമ്പു ഇട്ട് നന്നായിട്ട് തലയോട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മുടിയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് മുടി കഴുകിയെടുക്കുക. ഇങ്ങനെ നമ്മൾ മുടി കഴുകിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്കറിയാൻ വേണ്ടി പറ്റും. ഡയറക്റ്റായിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്നതിനും ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്തെടുക്കണേനും ഷാമ്പു യൂസ് ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടും കൂടി ഞാൻ കാണിക്കാം. ഇതെല്ലാം ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത് എൻ്റെ മുടി തന്നെയാണോ എന്ന് വരെ സംശയിച്ചു പോവും. അത്രമാത്രം റിസൾട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടുക. നമ്മുടെ മുടി ടോട്ടലി മാറുമെന്ന് വെച്ചാൽ ടോട്ടലി മാറും. നിങ്ങളുടെ മുടി നോർമലി ഉള്ളതിനേക്കാളും ഡബിളായിട്ട് തിക്കായിട്ട് തോന്നിപ്പിക്കും. അതേപോലെ തന്നെ ഡബിളും ത്രിബിളും സ്മൂത്തായിട്ട് മാറും. സ്മൂത്ത് എന്ന് വെച്ചാൽ സ്മൂത്ത്, നിങ്ങളുടെ മുടിയിൽ തൊടാൻ പോലും പറ്റില്ല. അങ്ങനെ മുടി ഒഴുകി കിടക്കുന്ന രീതിയിലായി മാറിയിട്ടുണ്ടാവും.
എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടും ഇതിൻ്റെ ഒരു അനുഭവവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ഒരാഴ്ച ഹെയർ വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ മുടിയിൽ ഒരു ഡാമേജും പറ്റില്ല. അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ മുടിയിൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്ര കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളുടെ മുടിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോക്കിംഗ് ആയി പോകും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും തന്നെ പറയാനില്ല. ചെയ്ത് നോക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുകയും വേണം. ഇനി നിങ്ങൾ ചിന്തിക്കും, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഉലുവയുടെ വെള്ളം, അത് ടോണറായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. എന്നും രാത്രി നിങ്ങൾ നിങ്ങളുടെ തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വകച്ചിലെടുത്ത്. ഇനിയിപ്പോൾ ഉലുവ തണുപ്പാണ്, ജലദോഷം വരും, തലവേദന വരും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാതിരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹെയർ വാഷ് ചെയ്യാറേ ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ ടോണർ എൻ്റെ മുടിയിൽ തന്നെ വെക്കും. ഇങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് ടോണർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുഞ്ഞുകുഞ്ഞാന്നുള്ള കുഞ്ഞു ന്യൂ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോണർ എഫക്റ്റീവായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ്. അത്രമാത്രം റിസൾട്ടാണ് ഈ ഒരു ഉലുവയുടെ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുക. കഷണ്ടിയിൽ വരെ മുടി വളരാൻ വേണ്ടിയിട്ട് അത്രയും കഴിവുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉലുവ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ടോണേഴ്സിൻ്റെ ഗുണം അതാണ്. നമ്മുടെ തലയോട്ടിയിൽ കുഞ്ഞു ബേബി ഹെയർ ഗ്രോത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിക്ക് ഉള്ളുകൂടും. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ മുടി മുഴുവനായിട്ടും ഉണങ്ങിയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇപ്പം ഞാൻ കാണിച്ചും തരാം. നമ്മുടെ ഈർപ്പം നമ്മുടെ മുടിയിലോ തലയോട്ടിയിലോ നിൽക്കൊന്നുമില്ല, ഫുള്ളായിട്ട് ഉണങ്ങും. അതിനുശേഷം രാത്രി മുടി കെട്ടി വെക്കുന്ന രീതിയാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ വളരെ ലൂസായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുടി പിന്നി മെടഞ്ഞിടുക. അതേപോലെ തന്നെ ബൺ ചെയ്ത് വെക്കുകയോ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊന്നും രാത്രി ചെയ്യാതിരിക്കുക. ഈ ഒരു രീതിയിലുള്ള ഹെയർ ഓയിലിംഗ് ആഴ്ചയിൽ ഒരു തവണയും പിന്നെ ഈ ഒരു ടോണറും നിങ്ങൾ എന്നും ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. അത്ര മാത്രമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുടി വളരണം എന്ന് ആഗ്രഹമുള്ളവർ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.